കഴിഞ്ഞ ദിവസമാണ് ബെഞ്ചമിൻ നെതന്യാഹുവിനും ഇസ്രയേൽ പ്രതിരോധ മന്ത്രി യോവ് ഗാലന്റിനും 3 ഹമാസ് നേതാക്കൾക്കുമെതിരെ അന്താരാഷ്ട്ര നീതിന്യായ കോടതി അറസ്റ്റ് വാറന്റ് പുറപ്പെടുവിച്ചത്. ICC പ്രോസിക്യൂട്ടർ കരീം ഖാനാണ് ഇത് സംബന്ധിച്ച വിവരങ്ങൾ പുറത്തുവിട്ടത്. ഇതേ തുടർന്ന് ഹമാസ് നേതാക്കളെ അറസ്റ്റ് ചെയ്യൂ, എന്നാൽ നെതന്യാഹുവിനെ തൊട്ടാൽ വിവരമറിയുമെന്ന ഭീഷണിയുമായി അമേരിക്ക രംഗത്തെത്തി. എന്നാൽ അമേരിക്കയുടെ ഭീഷണി വില പോയില്ല. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി പുറപ്പെടുവിച്ച അറസ്റ്റ് വാറന്റ് കിട്ടിയാൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യുമെന്ന നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ് നോർവേ വിദേശകാര്യമന്ത്രി എസ്പെൻ ബാർട്ട് ഏഡ്. അന്താരാഷ്ട്ര നിയമപ്രകാരം തുർക്കി ഒഴികെ യൂറോപ്പിലെ ഏത് രാജ്യവും അവരെ അറസ്റ്റ് ചെയ്യാൻ ബാധ്യസ്ഥരാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. 44 യൂറോപ്യൻ രാജ്യങ്ങൾ ICCയിൽ അംഗങ്ങളാണ്. എന്നാൽ തുർക്കി ഇതിൽ അംഗമല്ല. ദക്ഷിണാഫ്രിക്കയും ബെൽജിയവും ICCയുടെ അറസ്റ്റ് വാറന്റിനെ പിന്തുണച്ചിരുന്നു. സാധാരണക്കാരെ പട്ടിണിക്കിടുക, ശരീരത്തിൽ ഗുരുതരമായി പരിക്കേൽപ്പിക്കുക, ക്രൂരമായ പെരുമാറ്റം, മനഃപൂർവമായ കൊലപാതകം, സിവിലിയൻ ജനതയ്ക്കെതിരായ ആക്രമണം, പട്ടിണി മൂലമുണ്ടാകുന്ന മരണം എന്നീ കുറ്റകൃത്യങ്ങളാണ് ഇസ്രയേലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. അതേസമയം കൊലപാതകം, തടവിലാക്കൽ, ലൈംഗികാതിക്രമം എന്നീ കുറ്റങ്ങളാണ് ഹമാസ് നേതാക്കൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7-ന് യുദ്ധം ആരംഭിച്ചതിന് ശേഷം ഗാസയിലെ ക്രിസ്ത്യൻ ജനസംഖ്യയുടെ 3% ഇസ്രയേൽ കൊന്നൊടുക്കിയതായി പലസ്തീൻ വിദേശകാര്യമന്ത്രി വാർസൻ അഖബേഗിയൻ ഷാഹിൻ പറയുകയുണ്ടായി. കഴിഞ്ഞ ദിവസമാണ് പലസ്തീൻ വിദേശകാര്യമന്ത്രി ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ പുറത്തുവിട്ടത്. ഇസ്രയേൽ നടത്തുന്ന ആക്രമണം ഗാസയിലെ 3% ക്രിസ്ത്യാനികളുടെ മരണത്തിനും പള്ളികൾ നശിപ്പിക്കുന്നതിനും കാരണമായെന്ന് അദ്ദേഹം പറഞ്ഞു. ഗാസയിലെ ആകെയുള്ള 2.4 ദശലക്ഷം ജനസംഖ്യയിൽ 1200 ക്രിസ്ത്യാനികൾ ഉണ്ടെന്നാണ് കണക്ക്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 7 മുതൽ ഗാസയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിൽ കുറഞ്ഞത് 3 പള്ളികളെങ്കിലും തകർന്നതായി സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു. പലസ്തീനിലെ ക്രിസ്ത്യൻ ജനസംഖ്യയിൽ ആശങ്ക അറിയിച്ച വിദേശകാര്യമന്ത്രി രാജ്യത്തെ ജനങ്ങൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങൾ തടയാൻ അന്താരാഷ്ട്ര തലത്തിൽ നിന്ന് ഇടപെടൽ ആവശ്യമാണെന്നും പറഞ്ഞു.